എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ഇന്നത്തെ ത്രില്ലർ പോരാട്ടത്തിനൊടുവിൽ ഇന്ത്യ റെക്കോർഡ് വിജയമാണ് സ്വന്തമാക്കിയത്. സമനിലയിൽ കലാശിച്ച മത്സരം പിന്നീട് സൂപ്പർ ഓവർ ആവുകയും വീണ്ടും സമനില ആയതോടെ രണ്ടാമത്തെ സൂപ്പർ ഓവറിൽ ആണ് ഇന്ത്യ വിജയം നേടിയത്. ഇന്നത്തെ ഇന്ത്യയുടെ വിജയശില്പി അത് തികച്ചും രോഹിത് തന്നെയാണ്. 69 ബോളിൽ 120 റൺസ് ആണ് താരം അടിച്ചുകൂട്ടിയത്. അതുപോലെ സൂപ്പർ ഓവറിലും രോഹിത് തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചു. ഇന്ത്യൻ ടീമിലെ എക്കാലത്തെയും മികച്ച ഓപ്പണർ അത് രോഹിത് ശർമ്മ തന്നെയാണ് എന്ന് വീണ്ടും താരം തെളിയിച്ചിരിക്കുകയാണ്. ഇന്ന് ശരിക്കും നാടകീയ സംഭവങ്ങളാണ് ഗ്രൗണ്ടിൽ നടന്നത്. എന്നാൽ ഇന്ത്യ അതിനൊക്കെ മറുപടി പറഞ്ഞത് ബാറ്റ് കൊണ്ടായിരുന്നു. ഇന്ന് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യക്കൊരു എതിരാളി പോലും അല്ലായിരുന്നു. ഇന്ന് കളി ജയിച്ച ശേഷം ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. ഇന്നത്തെ മത്സരവും ഈസിയായി ജയിക്കാം എന്ന് കരുതിയാണ് ഞങ്ങൾ കളത്തിലിറങ്ങിയത്. പക്ഷേ അഫ്ഗാനിസ്ഥാൻ ഞങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞു. പിന്നീട് അങ്ങോട്ട് എനിക്കും വാശിയായി. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ തകർത്തടിച്ചത്. എൻ്റെ ഒപ്പം റിങ്കുവും ഇന്ന് മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. ഈയൊരു കപ്പ് ഞാൻ റിങ്കു, സഞ്ജു തുടങ്ങിയ താരങ്ങൾക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. കാരണം സഞ്ജു മികച്ച കഴിവുള്ള താരമാണ്. പക്ഷേ അവന് കുറച്ച് അവസരങ്ങൾ മാത്രമേ ലഭിക്കുന്നുള്ളൂ. അവൻ എന്നെപ്പോലെ തന്നെ അറ്റാക്ക് ചെയ്തു കളിക്കാനാണ് ശ്രമിക്കാറ്. എന്തായാലും അവൻ ഇന്ത്യയുടെ ഭാവി വാഗ്ദാനമാണ്. ഈയൊരു പരമ്പര നേടാൻ സാധിച്ചതിൽ ഞാൻ ടീം മാനേജ്മെന്റിനോടും എല്ലാ ഇന്ത്യൻ ആരാധകരോടും നന്ദി പറയുന്നു. ബാറ്റിംഗിലും ബൗളിംഗിലും ഇന്ത്യ ഇന്ന് മികച്ച പ്രകടനം തന്നെയാണ് പുറത്തെടുത്തത്. ആദ്യ 2 മത്സരങ്ങളിലും എനിക്ക് തിളങ്ങാൻ സാധിച്ചില്ല. അതിനാൽ തന്നെ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഇന്ന് പുറത്തെടുത്തു. വരുന്ന മത്സരത്തിലും ഇന്ത്യൻ ടീം ഇതേ പ്രകടനം കാഴ്ചവെക്കും എന്നും ക്യാപ്റ്റൻ രോഹിത് ശർമ്മ വ്യക്തമാക്കി. ഇന്ത്യൻ ആരാധകർ ആവേശത്തിലാണ്. ബംഗളൂരുവിൽ രോഹിത്തിന്റെ ഒരു വെടിക്കെട്ട് തന്നെയാണ് നമുക്കിന്ന് കാണാൻ സാധിച്ചത്. ആദ്യ 2 മത്സരത്തിലും മങ്ങിയ രോഹിത് ഇന്ന് സിക്സറുകളും ഫോറുകളും കൊണ്ട് കളം നിറഞ്ഞു. സഞ്ജുവിന് ഇന്ന് ഇന്ത്യൻ ടീമിൽ അവസരം ലഭിച്ചെങ്കിലും താരത്തിന് തിളങ്ങാൻ സാധിച്ചില്ല. എന്നിരുന്നാലും സഞ്ജു മികച്ച കഴിവുള്ള താരമാണെന്നാണ് രോഹിത് പറഞ്ഞത്. എന്തായാലും IPL-ൽ സഞ്ജു മികച്ച പ്രകടനം കാഴ്ചവെക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.